അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന വിഷയം, ഇന്നലെ നമ്മൾ മുലകൂടി വിഷയം പറഞ്ഞ മുലപ്പാലിൻ്റെ വിഷയം പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? പ്രസവിക്കുന്ന സമയത്ത് വരുന്ന മുലപ്പാലിൽ ഒഴിവാക്കുന്ന വിഷയത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന ടോപ്പിക്ക് പ്രസവം നിർത്തുക, അതിന് വേണ്ടിയിട്ട് മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുക ഒക്കെ ശരിയാണോ എന്നുള്ളതിനെ കുറിച്ചാണ് പറയുന്നത്. ഇൻഷാ അല്ലാ ഫുള്ളായിട്ട് വീഡിയോ കാണുക, കുറച്ച് സമയത്ത് പറയാം. അള്ളാഹു സുബ്ഹാനഹു വതആല വലിയ അനുഗ്രഹങ്ങളിൽ ഒന്നാണ് സന്താനം എന്നുള്ളത്. അത് അള്ളാഹുവിൻ്റെ ദാനമാണ് സന്താനങ്ങൾ എന്നുള്ളത്. ചിലവർക്ക് മക്കൾ അള്ളാഹു സുബ്ഹാനഹു കൊടുക്കുന്നു, ചിലവർക്ക് ആൺകുട്ടികളെ മാത്രം കൊടുക്കുന്നു, ചിലവർക്ക് പെൺകുട്ടികളെ മാത്രം കൊടുക്കുന്നു, ചിലവർക്ക് അള്ളാഹു സുബ്ഹാനഹു മക്കളെ തന്നെ കൊടുക്കുന്നില്ല. മക്കളില്ലാത്തവർക്ക് അതിൻ്റെ വില അറിയുകയുള്ളൂ. ഇൻഷാ അല്ലാ ഈ ഒരു ചർച്ചാ വിഷയം ഞാൻ ടെക്സ്റ്റ് ആക്കിയിട്ട് താഴെ ഞാൻ കൊടുക്കുന്നു, യൂട്യൂബിൽ താഴെ പിൻ ചെയ്തിരിക്കുന്നത്, അതൊന്ന് വായിക്കുക. ഇൻഷാ അല്ലാ ബാക്കി പറയാം. സന്താനങ്ങൾ കൂടുതൽ വേണമെന്ന ആഗ്രഹമാണ് ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്നത്. കൂടുതൽ പ്രസവിക്കുന്ന സ്ത്രീകളുടെ കുടുംബത്തിൽ നിന്ന് വിവാഹം കഴിക്കണമെന്നാണ് ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിർദ്ദേശിക്കുകയും ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് കൂടുതൽ സന്താനങ്ങൾ ഉണ്ടാകുന്നതിലൂടെ ഉമ്മത്തിൻ്റെ അംഗസംഖ്യ, അതായത് ഉമ്മത്തിൻ്റെ വർധനവുണ്ടാവാൻ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ ഉമ്മത്തിനെ നമ്മൾ പറഞ്ഞല്ലോ, അത് ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അഭിമാനമാണെന്ന് അവിടെ നിന്ന് നമ്മെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ദാരിദ്ര്യമായെന്ന് കുട്ടികളെ ഇല്ലായ്മ ചെയ്യരുതെന്നും അവർക്കും നിങ്ങൾക്കും ഭക്ഷണം നൽകുന്നത് ഞാനാണെന്നും അള്ളാഹുവിൻ്റെ വിളംബരം ചെയ്തിട്ടുണ്ട്. വിശുദ്ധ ഖുർആൻ 17:31 നോക്കിയാൽ കാണാം. സന്താനങ്ങൾ ഉണ്ടായാൽ ദാരിദ്ര്യമുണ്ടാകുമെന്ന ഭയം ജാഹിലിയത്തിൻ്റെ ഭാഗമാണ്. സൃഷ്ടാവായ അള്ളാഹുവാണ് ആ ഭക്ഷണം നൽകുന്നതും ഐശ്വര്യം നൽകുന്നതും ദാരിദ്ര്യവും നൽകുന്നതും. അവൻ്റെ പരീക്ഷണങ്ങളൊക്കെ അള്ളാഹു സുബ്ഹാനഹു നൽകുന്ന ഒരു കാര്യമാണ്. അതിനുള്ള വിശ്വാസം ഇസ്ലാമിൻ്റെ മർമ്മമാണ്. ഇസ്ലാംകാരി ഇമാൻകാരി നോക്കുമ്പോൾ അറിയല്ലോ, എല്ലാം അള്ളാഹുവിൽ നിന്നുള്ളതാണ്. ഖൈറും ഷർറൊക്കെ അള്ളാഹുവിൽ നിന്നാണ്. അപ്പോൾ ദാരിദ്ര്യമായിരുന്നു എന്തുകൊണ്ട് ഇതാക്കരുത്? കുട്ടികളെ കൊല്ലുന്നതും ഉറക്കുന്നതും ഈ വിശ്വാസത്തിന് കോട്ടം വരുത്തുന്നതാണ്. പിന്നെ ഇതിന് കുറച്ച് കാലമൊക്കെ ഞാൻ ടെക്സ്റ്റാക്കി ഇതിട്ടുണ്ട്, ഒരുപാട് പറയാനുണ്ട്. ദാരിദ്ര്യം പ്രതിരോധിക്കാൻ കുട്ടികളെ കുറക്കണമെന്ന് ജൽപ്പിക്കുന്ന ബുദ്ധിജീവികളുടെ മാതാപിതാക്കൾക്ക് ഈ ബുദ്ധി ഉണ്ടായിരുന്നു എങ്കിൽ ഒരുപക്ഷെ ഇവരൊന്നും വെളിച്ചം കാണാൻ സാധ്യതയില്ല, വെളിച്ചം കാണില്ലായിരുന്നുവെന്ന് ഇക്കൂട്ടർ ചിന്തിക്കുന്നുണ്ട് എങ്കിൽ പാർപ്പിടവും സൗകര്യവും ഒരുക്കുന്നതിൽ പൂർവികന്മാർക്ക് സ്വപ്നം കാണാൻ കഴിയാത്ത വികസനം എന്ന് സാധാരണയായി ഇരിക്കുന്നു. മനുഷ്യരുടെ ബുദ്ധിയുടെ പ്രവർത്തന ഫലമായി വികസിച്ചെടുത്തതാണ് അതൊക്കെയും. ഇനിയും ജനിക്കാനിരിക്കുന്ന മക്കളിൽ എത്രയോ നല്ല നല്ല കാര്യങ്ങൾ, ശാസ്ത്രജ്ഞന്മാര്, ഡോക്ടേഴ്സ്, അങ്ങനെ തുടങ്ങി എന്തെല്ലാം ഉണ്ടാവാനുണ്ട്. കുട്ടികളെ കുറക്കുന്ന നശീകരണ ചിന്തക്ക് പകരം നിർമ്മാണാത്മകമായ ചിന്തയാണ് മനുഷ്യർക്ക് ചേർന്നതും അതാണ് മനുഷ്യത്വം എന്ന് പറയുന്നതും. ഇങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. പിന്നെ അത് നിർത്താൻ പറ്റുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു, മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉപയോഗിച്ച് കണ്ട്. സന്താന നിയന്ത്രണത്തെ ഇസ്ലാം അത്ര എന്ത് ചെയ്യുന്നില്ല, അങ്ങനെ പ്രോത്സാഹിപ്പിക്കുന്നില്ല, അംഗീകരിക്കുന്നില്ല. സാധാരണഗതിയിൽ തിരിച്ചെടുക്കാൻ കഴിയാത്ത വിധം പ്രസവശേഷിയും സന്താന ഉൽപാദന ശേഷിയൊക്കെ നശിപ്പിക്കുന്നത് ഹറാമും താൽക്കാലികമായി ഗർഭധാരണം തടയുന്ന മാർഗങ്ങൾ സ്വീകരിക്കുന്നത് കറാഹത്തുമാണ്. കോണ്ടം ഉപയോഗിക്കുക, അതുപോലെ മരുന്ന് കഴിക്കുക, അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. ഇപ്പോൾ പനിസൊക്കെ നിൽക്കാൻ വേണ്ടി മരുന്ന് കഴിച്ച് നിർത്താറുണ്ട്. അപ്പം അങ്ങനെ തൽക്കാലം നിർത്തുന്നത് കറാഹത്താണ്. പക്ഷെ അത് പറ്റ നിർത്തിവെക്കൽ അത് ഹറാമാണ് എന്നാണ് ഇവിടെ പറയുന്നത്. ഇസ്ലാമിക കർമ്മശാസ്ത്രങ്ങളുടെ പ്രമുഖമായ ഗ്രന്ഥമായ തുഹ്ഫയിൽ പറയുന്നുണ്ട് 7:186, 8:241. മുജരിമിൽ പറയുന്നുണ്ട് 3:203/281 തുടങ്ങിയവരൊക്കെ ഈ കാര്യം വ്യക്തമാക്കി പറയുന്നുണ്ട്. അപ്പം മുലയൂട്ടിക്കൊണ്ടിരിക്കുന്ന സ്ത്രീകൾ ഗർഭധാരണ സാധ്യത പ്രകൃതിപരമായി തന്നെ കുറവാണ്. എന്നാലും ആവശ്യമെങ്കിൽ ചെറിയ കുഞ്ഞിന് മുല കൊടുക്കാൻ വേണ്ടി, ലഭിക്കാൻ വേണ്ടി, കുട്ടിക്ക് മുല കിട്ടാൻ വേണ്ടിയിട്ട്, മുലപ്പാൽ കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, താൽക്കാലികമായ നിയന്ത്രണങ്ങളൊക്കെ സ്വീകരിക്കുന്നത് ഹറാമും കറാഹത്തും ഒന്നുമില്ല. വിശദീകരണം കൂടുതൽ ആവശ്യമുണ്ടെങ്കിൽ ഹാഷിയത്തു ഷർവാനി 8/24 8:241 നോക്കിയാൽ ഈ വിഷയം കാണാൻ പറ്റും. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ പ്രസവം നിർത്താൻ പറ്റില്ല എന്നർത്ഥം. താൽക്കാലികമായിട്ടൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ താൽക്കാലികമായിട്ട് ഒന്ന് സ്റ്റോപ്പ് ചെയ്യാം, പക്ഷെ പാഠം നിർത്താൻ പാടില്ല എന്ന് നമുക്ക് പറയാം. ഇനി മൊത്തം ടെക്സ്റ്റ് ഇൻഷാ അല്ലാഹ്
കമൻറ്റ് ബോക്സിൽ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുക്കാം, നിങ്ങൾ വ്യക്തമായി വായിക്കുക. ഞാൻ ജസ്റ്റ് ഒന്ന് വിഷയം അവതരിപ്പിച്ചു എന്നുള്ളൂ. പിന്നെ ഇനിയുള്ള പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമ്പത്ത് പോലത്തുള്ള കാര്യങ്ങൾ പലിശേൻ്റെ വിഷയവുമായി ബന്ധപ്പെടുന്നു. ഇപ്പോൾ ഹറാമും ഇല്ല ഹലാലും ഇല്ല ഒക്കെ വാരി കൂട്ടലാണ്. അതിൻ്റെ വിഷയം നാളെ പറയാം ഇൻഷാ അല്ലാഹ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മൾ കബൂൽ ചെയ്യണം. ധാരാളം ഇൽമു കരസ്ഥമാക്കാൻ തൗഫീഖ് നൽകട്ടെ. നമ്മുടെ അബ്ദുൽ ജലീൽ സഖാഫി ഉസ്താദിൻ്റെ അൽ ഫത്താവ എന്ന കിതാബിലൊക്കെ അതൊക്കെ പറയുന്നത്. അതിൻ്റെ ഭാഗങ്ങളുണ്ട്. പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ എപ്പിസോഡൊക്കെ ഇട്ടപ്പോൾ. അതുപോലെ ദാമത്തുൽ ഇസ്ലാമിൽ ഇതും അത് തന്നെയാണ്. അതുപോലെ തന്നെ ഇതൊക്കെ നോക്കി തന്നെയാണ് പറയുന്നത്, അല്ലാതെ കാണാതെ ഞാൻ പഠിച്ചു പറയാനില്ല. അപ്പോൾ സംശയം ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ വീഡിയോ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, പരമാവധി ആളുകൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മുടെ ഇത്. നമ്മുടെ ലൈക്കും ഷെയറിങ്ങും കമൻറ്റൊക്കെയാണ് നമ്മുടെ ഏറ്റവും വലിയൊരു സന്തോഷവും ചെയ്യാനുള്ള പ്രോത്സാഹനം കിട്ടുന്നത്. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.